200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിയാൽ പോലും ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തിന് അല്പം പോലും തികയില്ല എന്ന ഫിലിപ്പോസിന്റെ വാക്കുകൾ അത് ശരി തന്നെയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ, സാഹചര്യത്തെ വെച്ച് ചിന്തിച്ചാൽ അത് തികച്ചും ശരി തന്നെ ആയിരിക്കെ, കൂടിയിരിക്കുന്ന ജനത്തിനിടയിൽ ഒരു ബാലകന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട് എന്ന അന്ത്രയോസിന്റെ വാക്കുകൾ എത്രയോ വിലയേറിയത്. ഈ 5 യവത്തപ്പവും 2 മീനും ജനത്തിന് ഒട്ടും തികയില്ല എന്ന് അറിഞ്ഞിരിക്കെ തന്നെ യേശു കർത്താവിന് മുൻപിൽ അവയെ പറയുവാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് വെളിപ്പെടുത്താൻ കാണിച്ച വിശ്വാസമുണ്ടല്ലോ, അത് എത്രയോ വലിയത്. അന്ത്രയോസേ, ഈ ജനത്തിന്റെ ഇടയിൽ അന്വേഷിച്ചിട്ട് 5 യവത്തപ്പവും 2 മീനും മാത്രമേ കിട്ടിയുള്ളൂ എന്നല്ല യേശു കർത്താവ് ചോദിച്ചത്. മറിച്ച് അത്ഭുതത്തിന് കാരണമാകുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ അന്ത്രയോസിന്റെ നാവിൽ നിന്നും പുറപ്പെട്ട മാത്രയിൽ തന്നെ ഭക്ഷിപ്പാനായി ജനത്തെ പുൽമേടയിൽ പന്തി പന്തിയായി ഇരുത്തുവാനുള്ള കർത്താവിന്റെ കൽപ്പന പുറപ്പെട്ടു. എന്റെ ജീവിതത്തിൽ മുൻപിലേക്ക് എനിക്കൊരു പ്രതീക്ഷയില്ല. രോഗമാകാം, സാമ്പത്തികമാകാം, ഇതെന്നെ തകർത്തിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. ഒരിക്കലും ഞാൻ സന്തോഷം അനുഭവിക്കില്ല. പരാജയത്തിന്റെ വാക്കുകൾ പറയുവാനല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്താൽ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് പറയാൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം എനിക്ക് സകലതും സാധിക്കുമെന്ന് വചനത്തെ ഉയർത്താൻ കഴിയുന്നു എങ്കിൽ, അന്ത്രയോസിന്റെ വാക്കിനാൽ ജനത്തെ പന്തി പന്തിയായി ഇരുത്താൻ കൽപ്പിച്ച യേശു കർത്താവിന്റെ വാക്ക് ഒരു അത്ഭുതത്തിനായി നമ്മുടെ ജീവിതത്തിന് മുഴങ്ങിയിരിക്കും. അത് ഒരു നിറഞ്ഞ കവിയലിന് കാരണമായിരിക്കും.